Hello friends, welcome to the channel. നമ്മൾ കുറച്ച് കാലം മുമ്പ് തന്നെ കുറച്ച് റീസെൻ്റ്ലി ആയിട്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിങ്ങിന്റെ മ്യൂച്വൽ ഫണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ US സ്റ്റോക്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ മണിയുടെ ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി ഇന്ത്യൻ മണിയുടെ ആപ്പ് നമ്മളിത് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ അവർ US സ്റ്റോക്സിന്റെ സംഭവങ്ങളൊക്കെ ഡീറ്റെയിലൊക്കെ നമുക്ക് അതായത് നമുക്ക് ട്രേഡ് ചെയ്യാനും SIP തുടങ്ങാനും സംഭവങ്ങളൊക്കെ അതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പക്ഷേ റീസെൻ്റ്ലി നമ്മുടെ RBIയുടെ പുതിയ റൂൾ പ്രകാരം അത് ആക്ച്വലി അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടാവുന്നത് എന്താ വെച്ചാൽ അവരുടെ ബാങ്ക് എന്ന് പറയുന്നത് SBM ബാങ്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാങ്കിനെ അവർക്ക് റെമിറ്റൻസ് ഫോറിൻ റെമിറ്റൻസിനൊക്കെ ബാങ്കിന് ഇഷ്യൂ വന്നപ്പോൾ RBI ബാങ്ക് അതിനൊരു തട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ കൊല്ലം തൊട്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ മണിയിൽ നമുക്ക് US സ്റ്റോക്സ് കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടെന്നില്ല, അതുപോലെ ട്രേഡിംഗ് നടക്കണമെന്നില്ല. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ തന്നെ അവർ പുതിയ നമ്മുടെ ഫെഡറൽ ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ അത് ഒന്നുകൂടി റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ SIP ഇതുവരെയായിട്ട് തുടങ്ങിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ US സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യൊക്കെ ചെയ്യാട്ടോ നമുക്കിപ്പോൾ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ആപ്പിളിലെ സ്റ്റോക്സിൽ നമുക്ക് കുറച്ച് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആക്ച്വലി ഈ ട്രേഡിംഗ് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ US സ്റ്റോക്സിൽ ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് നമ്മുടെ ഇന്ത്യൻ മണി തന്നെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി 2 അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അതിലൊരു അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. അതിൽ ഞാൻ നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റോക്ക് ഒരു അക്കൗണ്ട് ഞാൻ ആപ്പിളിൻ്റെ സ്റ്റോക്ക് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം ആപ്പിളിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് $150 $150 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 15, 17, 18 രൂപ 18,000 രൂപയൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒരു ഷെയർ വാങ്ങിക്കണമെങ്കിൽ 18,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നോർമലി ആരും വാങ്ങിക്കില്ല. പക്ഷേ ഇതിൽ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി $1 വെച്ച് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പറ്റും. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ $10 തുടങ്ങാം, $20 തുടങ്ങാം, $5 തുടങ്ങാം, $100 തുടങ്ങാം, എത്ര വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം നമുക്ക് ഇതിലുണ്ട്. അപ്പോൾ അതായത് $10 എന്ന് പറയുമ്പോൾ നമുക്ക് 1000 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു $11 നമുക്ക് ഇത് കിട്ടും. എന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് ചാർജ് ആ ഡീറ്റെയിൽ ഞാൻ കുറച്ച് അത്യാവശ്യം ഭയങ്കര വലിയ ചാർജൊന്നുമില്ല. ഒരു 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 975 rupees നമുക്ക് കിട്ടും. ബാക്കി അവരുടെ ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമ്മുടെ ആപ്പിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ത്യൻ മണിയുടെ ആപ്പിലേക്ക് പോകാൻ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലിലെ പേജ് നമ്മൾ Amazon തുടങ്ങി ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആണ് പേജ്. അപ്പോൾ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 2ാം ചാനൽ കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണി ആപ്പിൽ കയറാം. അപ്പോൾ ഞാൻ ഇന്ത്യൻ മണി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഞാനിതിൽ നമുക്ക് ഫേസ് ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് അൺലോക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി ആപ്പിൽ നമുക്കിപ്പോൾ നമ്മുടെ ഹോം പേജും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മെസ്സേജ് വന്നതും അതിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു ഇന്ത്യൻ സ്റ്റോക്കിൽ നമ്മൾ ഇതിലൊരു ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ് പോലത്തെ ഒരു സംഭവം നമുക്ക് തുടങ്ങാൻ പറ്റും. അതായത് ഇന്ത്യൻ സ്റ്റോക്സിൽ നമുക്ക് SIP തുടങ്ങാൻ വേണമെങ്കിൽ ഡെയിലി ആയിട്ട്. അപ്പോൾ ആ സംഭവം അത് കാണിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ അത് പ്രൈമറി അക്കൗണ്ട് അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് 2 ഇന്ത്യൻ മണി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ US സ്റ്റോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ഞാൻ ആപ്പിൾ അക്കൗണ്ടിൽ നമ്മളൊരു $34.69 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നമുക്കിപ്പോൾ അതിൻ്റെ ഇപ്പം ഷെയർ 35.4 ആയിട്ടുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 34.69 ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ കേട്ടോ സംഭവം. ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ US സ്റ്റോക്സ് എടുത്തു കഴിഞ്ഞാൽ ആപ്പിളിലൂടെ കാണിക്കുന്നുണ്ടോ. ആപ്പിളിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് $186.01 ഞാൻ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് 182 അങ്ങനെ സംഭവം റേറ്റിംഗ് ആയിരുന്നു. ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ അപ്പോൾ ഒരു 6 സംതിങ് കൂടിയുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കൊരു ഷെയർ വാങ്ങിക്കണമെങ്കിൽ $186 കൊടുക്കണം. അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് 20,000 രൂപയുടെ താഴെ വരും സ്റ്റോക്കിന്. അപ്പോൾ പക്ഷേ നമുക്ക് ഇന്ത്യൻ മണിയിൽ ഗുണം എന്താ വെച്ചാൽ നമുക്കിത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടു $1 തന്നെ നമുക്ക് മിനിമം ഓർഡർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് ആപ്പിളിൻ്റെ സ്റ്റോക്ക് കുറയുന്നു എന്നിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. UBS ഡൗൺഗ്രേഡ്സ് ആപ്പിൾ ടു ന്യൂട്രൽ ഫ്രം ബൈ ഓൺ സോഫ്റ്റ്വെയർ ഡിമാൻഡ്. ഐഫോണിൻ്റെ ഡിമാൻഡ് കുറച്ച് കുറഞ്ഞതുകൊണ്ട് ന്യൂട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബ്രോക്കറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ ആപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മിനിമം ഓർഡർ വാല്യൂ ഷുഡ് ബി 1 എന്ന് കാണിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് $1 വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ $10 ചെയ്യാം, $20 ചെയ്യാം, $30 ചെയ്യാം, $40 ചെയ്യാം, എത്ര വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഇതൊരു പ്രത്യേകത വെച്ചാൽ നമുക്കിതിൽ ആഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് ഇപ്പോൾ ഉള്ളത് കണ്ടോ. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്മൾ 20,000 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് $23.4 കിട്ടും കണ്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും വിചാരിക്കുന്നു. ഇതിന് നമുക്ക് ചാർജ് എടുക്കുന്നുണ്ട് ഇവർ. അത് നോക്കി കഴിഞ്ഞാൽ വ്യൂ ബ്രേക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം.
ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് കിട്ടുക $1 82.9 GST ചാർജ് 45 രൂപ പിടിക്കും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് 15 രൂപയും പിടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഒരു പിടിക്കുന്ന ചാർജുകൾ. പിന്നെ നമുക്ക് ഇത് എന്താ പറയുക, ബാങ്ക് അനുസരിച്ച് ഡിഫറൻസും വരുന്നുണ്ട്. അപ്പോൾ HDFC ബാങ്ക് ആണെങ്കിൽ നമുക്ക് 83.29 എക്സ്ചേഞ്ച് റേറ്റ് കിട്ടുന്നുണ്ട്. ICICI ആണെങ്കിൽ സെയിം കിട്ടുന്നുണ്ട്, കൂടുതൽ കിട്ടുന്നുണ്ട്. ആക്സിസ് ആണെങ്കിൽ 84.86 കിട്ടുന്നുണ്ട്. ഇന്ത്യ മണി ആകുമ്പോൾ നമുക്ക് 82. അപ്പോൾ തന്നെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് കാണിച്ചിരിക്കുന്നതാണ്. എന്താ വെച്ചാൽ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കുന്നതാണല്ലോ, നമ്മൾ US സ്റ്റോക്കിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ആക്ച്വലി എമൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ദിവസം പിടിക്കുക ആക്ച്വലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആവാം. എന്താ വെച്ചാൽ ഇത് കൺവേർട്ട് ആയിട്ടൊക്കെ വരണം, അങ്ങനത്തെ ഒരു സ്ലോ സംഭവങ്ങളുണ്ട്. അതായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഇപ്പോൾ ഒരു ഏത് ഷെയറാണോ നമ്മൾ എടുക്കുന്നത് ആ ഷെയർ ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു ട്രയൽ പോലെ ഞാൻ ചുമ്മാ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ആപ്പിൾ വേണ്ടാന്നിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇതിൽ താഴെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടെ കാണിക്കട്ടെ. കണ്ടു, ഇപ്പോൾ ടോപ്പ് ടെക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ കണ്ടു. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് ഗൂഗിൾ എടുത്തു. അപ്പോൾ ഗൂഗിളിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഷെയറിന് $125. അപ്പോൾ നമ്മൾ ബൈ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നേരത്തെ ഞാൻ മണി ആഡ് കൊടുത്തല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അവൈലബിൾ ബാലൻസിൽ 2000 കൊടുത്തതിൽ $23 കാണിക്കും. അത് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലിമിറ്റ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അത് ലിമിറ്റും ഇതെല്ലാം ഒരു 2-3 ദിവസം പിടിക്കട്ടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഇതെല്ലാം US സ്റ്റോക്സിൽ പോയിട്ട് നമ്മുടെ ക്യാഷ് ഇന്ത്യൻ മണിയിൽ നിന്ന് ചേഞ്ച് ആയിട്ട് USലേക്ക് മാറണം, ഡോളറിലേക്ക് മാറണം. അത് കഴിഞ്ഞാൽ അവിടുത്തെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ഷെയർ കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് യൂണിറ്റ് അലോക്കേറ്റ് ചെയ്യുക. അതാണ് ഇപ്പോൾ നമ്മൾ സാധനം ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടി ടൈം എടുക്കും. അതിനുശേഷം നമുക്കൊരു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 to 2 ഡേയ്സിലുള്ള സംഭവം. ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒരു 3 to 4 days എടുക്കും. നമ്മളിത് ശരിയായിട്ട് വരാമെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യണം. നമ്മൾ US ഷെയർ ട്രേഡിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ തന്നെ അത് ചെയ്യാം. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ സംഭവമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൽ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റും. അത് ത്രൂ ആണ് നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തുടങ്ങി നോക്കിയൊക്കെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലത്തെ വലിയ ബ്രാൻഡ്സിലും US സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കഴിയുമ്പോൾ നല്ല റിട്ടേൺസ് കിട്ടും. പക്ഷേ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു $50 അല്ലെങ്കിൽ $100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ കുറച്ച് ഷെയർ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ടോപ്പ് ടെക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ഉണ്ട്. ആപ്പിൾ പക്ഷേ ഇപ്പോൾ കൂടി വരുന്നുണ്ട് കേട്ടോ. കണ്ടു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ 181-152 റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ $156 രൂപയായി. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ കണ്ടിട്ട് $348, ഗൂഗിളിന് $125, ആമസോൺ ആണെങ്കിൽ $127, എൻവിഡിയയ്ക്ക് ആണെങ്കിൽ $526, ടെസ്ല ഉണ്ട്, അതുപോലെ ഫേസ്ബുക്ക്, തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി, ബ്രോഡ്കോം, ഒറാക്കിൾ, അലിബാബ, അഡോബ് സിസ്റ്റം, സിസ്കോ, അതുപോലെ തന്നെ AMD, നെറ്റ്ഫ്ലിക്സിനൊക്കെ ഒരു ഷെയറിന് $445. അതുപോലെ തന്നെ ഇന്റൽ കോർപ്പറേഷന് വില റേറ്റ് കുറവാട്ടോ, $35 ഉള്ളൂ ഒരെണ്ണത്തിന്. കോൾകോം ഇൻകോർപ്പറേറ്റ്, ഇതൊക്കെ ഇഷ്ടംപോലെ സംഭവമുണ്ട്. ഇത് ടെക് കമ്പനീസ് ആണ്. ടോപ്പ് ബ്രാൻഡ്സ് നോക്കി കഴിഞ്ഞാൽ ആപ്പിൾ വരുന്നുണ്ട്, ഗൂഗിൾ, ആമസോൺ, വാൾമാർട്ട്, ജോൺസൺ ആൻഡ് ജോൺസൺ, കൊക്കോകോള കമ്പനി, മാക്ഡൊണാൾഡ്സ്, വാൾട്ട് ഡിസ്നി. നമുക്കിതിൽ ഏതിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാം സെയിം പ്രൊസീജിയറും കാണാനൊക്കെ സെയിം തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. എന്താ വെച്ചാൽ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാലും മതി. കുറച്ച് കാലം കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇതുപോലത്തെ ടോപ്പ് ഫേമസ് കമ്പനീസൊക്കെ ഇനി എന്തായാലും കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് വളരും. അപ്പോൾ അത്രയ്ക്കും നിങ്ങൾക്ക് ലാഭം കിട്ടും എമൗണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണിച്ചാൽ നമ്മൾ വന്നപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.